ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ? 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ഇത് സ്പാനിഷ് ഓംലെറ്റ് ആണേ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് 2 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് ഉണ്ടാവും. എന്നിട്ട് 4-5 പച്ചമുളക് ആഡ് ചെയ്യാം, ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സവാള, മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ജിഞ്ചർ പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയും സവാളയും നന്നായിട്ട് കുക്കാവണം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യണം. ഏത് ഓയിൽ ആഡ് ചെയ്താലും മതി. ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുവാണ്. ഇത് സൈഡിലേക്ക് വയ്ക്കാം. ഇനി വേണ്ടത് എഗ്ഗാണ്. 5 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഷ്ടമനുസരിച്ച് 4-5 നമുക്ക് എടുക്കാവുന്നതാണ്. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ എഗ്ഗ് ഓംലെറ്റ് ആക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്, ഗ്രീൻ കളറിലത് 1 കപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡും ഇടുന്നുണ്ട്. 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്തു. മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം ഗ്രീനേ ഉള്ളൂങ്കിൽ ഗ്രീൻ മാത്രം ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൊട്ടറ്റോ ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് പൊട്ടാറ്റോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ആ മിക്സർ 1/2 പോർഷൻ ആഡ് ചെയ്യണം. അതിനുശേഷം മൊസറല്ല ചീസ് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടും ഒന്ന് വിതറി കൊടുക്കണം. ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചീസും കൂടി ഇടുമ്പോഴാണ് ഈ ഓംലെറ്റിന് നല്ലൊരു ടേസ്റ്റ് വരാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള എഗ്ഗിൻ്റെ ആ മിക്സറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്തു. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം സ്പൂൺ വെച്ചിട്ട്.
എന്നിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് 7 to 8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എഗ്ഗ്. അതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാനിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി കുക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഇതുപോലെ തന്നെ ഒരു 6 to 7 മിനിറ്റ് കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഡിന്നറായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയുമാണ്, ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത് തിന്നുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.